ഹലോ വെൽക്കം ടു ഫിന്നി ചാൻസ് വേൾഡ്. വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ്. ഇന്ന് എത്തിയിരിക്കുന്ന ഒരു ഇഡ്ഡലിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇഡ്ഡലിയോ എന്നുള്ള ചോദ്യമൊന്നും ചോദിക്കേണ്ട കേട്ടോ. നമ്മൾ സാധാരണ കഴിക്കുന്നതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കി ഇഡ്ഡലി ഉണ്ടോ, ഈ ഇഡ്ഡലി മുറിച്ച് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും അതെന്താണ് അതിൻ്റെ പ്രത്യേകതയെന്ന്. ഇത് കണ്ടോ, സാധാരണ നമ്മൾ ഇഡ്ഡലി മുറിച്ച് കഴിയുമ്പോൾ ആ പകവും പുറവും എല്ലാം ഒരേ കളർ തന്നെയല്ലേ. ഇത് കണ്ടോ, ഇത് മുറിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്ട്ര അതിനകത്തൊരു സാധനം ഇരിക്കുന്നു. നമ്മുടെ കിഴങ്ങൊക്കെ വെച്ച് നല്ല സ്റ്റഫ് ചെയ്ത ഇഡ്ഡലിയാണ് ഇത്. ഈ ഇഡ്ഡലി നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഒന്ന് ഇങ്ങനെ സാധാരണ ഇത് പുഴുങ്ങിയെടുത്തത്, രണ്ടാമത് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഇങ്ങനെ വറുത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കി കണ്ടാലോ? റെഡിയല്ലേ? നമുക്കൊരു പാൻ എടുത്ത് ഗ്യാസിൽ വെച്ച് നമുക്ക് കത്തിച്ച് ഓണാക്കാം. അത് ചൂടായി വരുമ്പോൾ അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിക്കുക. അത് ചൂടാകുമ്പോൾ നമുക്കൊരു സവോള അതിനകത്തിട്ട് നമുക്ക് വഴച്ചെടുക്കാം. ഞാനൊരു മീഡിയം സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവോളയാണ്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴച്ചെടുക്കാം. അത് കുറച്ചൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ അധികം എരിവില്ലാത്ത 2 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആവശ്യത്തിനിടാം. ഇവിടെ ആകെ എൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളായിരുന്നു. അതും ഞാനിവിടെ നട്ടു വെച്ചിരുന്ന കറിവേപ്പില എന്ന് പറിച്ചതാണ്, കൊണ്ട് വാങ്ങിച്ച് വെച്ചതേ ഉള്ളായിരുന്നു. അത് പറിച്ചാണ്, വേറെ ഇല്ലാത്തത് കൊണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കതിനെ ശരിക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ചില്ലി പൗഡർ, മുളക് പൊടിയുടെ നമുക്ക് ആഡ് ചെയ്യാം. ഞാനത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ യൂസ് ചെയ്തിട്ട് ഞങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് അതിനെ ഒന്ന് ശരിക്കും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് ശരിക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് തന്നെ ഞാനപ്പുറത്ത് നമ്മുടെ 2 കിഴങ്ങ് ഞാനെടുത്ത് ശരിക്കൊന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കിഴങ്ങിനെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. നല്ലോണം ഞാൻ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കിഴങ്ങാണ്. അതിനെ നമുക്ക് ഉടച്ച് ഇതിനകത്ത് ശരിക്ക് ഈ മസാലയുമായിട്ട് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ശരിക്കും നമുക്കതിനെ ഉടച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ശരിക്കും നമുക്കതിനെ യോജിപ്പിക്കണം. ഇങ്ങനെ യോജിപ്പിച്ചാൽ പോരാ, നല്ലവണ്ണം അത് യോജിപ്പിച്ചെടുക്കണം. അത് നല്ല ഒരു മിക്സാക്കി എടുക്കണം. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഇതായി വരണം. ഒട്ടും വെള്ളമയം ഒന്നും ഇതിനകത്ത് കാണരുത്. വെള്ളമയം ഇല്ലാത്ത രീതിയിൽ നല്ല ആയിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം നമ്മുടെ ഇഡ്ഡലിക്കകത്ത് വെക്കേണ്ട നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറി കഴിയുമ്പോൾ നമുക്കിതിനെ ചെറിയ ബോളുകളാക്കി നമുക്കെടുക്കാവുന്നതാണ്. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ നമുക്കിതാക്കിയെടുക്കാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇഡ്ഡലി തട്ടിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ ഇതിൻ്റെ വലിപ്പം തീരുമാനിക്കാൻ വേണ്ടി. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് വലുതായിരുന്നു. ഞാൻ വീണ്ടും അതിനെ ചെറുതാക്കിയിട്ടാണ് ഇഡ്ഡലിക്കകത്ത് വെച്ചത്. കാരണം ഇത്രയും വലുത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടിനേക്കാൾ വലുതായി പോകും. അതുകൊണ്ട് അതനുസരിച്ച് വേണം നമ്മളതിൻ്റെ ഷേപ്പ് വലിപ്പം ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കേണ്ട പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിനകത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാം. ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് എണ്ണ നമുക്ക് പുരട്ടി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇഡ്ഡലി മാവ് അതിനകത്ത് ഒഴിക്കാവുള്ളൂ. നമ്മൾ ഇഡ്ഡലി മാവ് ഞാൻ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. നമുക്കത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇഡ്ഡലി മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അരി ഉഴുന്നെല്ലാം ചേർത്ത് അരച്ച ഇഡ്ഡലി മാവാണ്. ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഫുൾ ആദ്യമേ ഒഴിക്കും. ഇതിപ്പോൾ ആദ്യം കുറച്ച് മാത്രം, അതിൻ്റെ പകുതി മാത്രം ഇഡ്ഡലി മാവ് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിനകത്തോട്ട് നമുക്ക് എടുത്ത് വെക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ ചെറിയ ഓരോ പീസായിട്ട് നമ്മളതിനെ നടുക്കോട്ട് അതിനെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഓരോന്നും അത് വെച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ ആ ഇഡ്ഡലി മാവ് എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒഴിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഒഴിച്ചതിനെ നമ്മൾ നോർമൽ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഒരു ഇഡ്ഡലി പോലെ ആയിരിക്കുകയാണ്. ഇതിനുശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് ഏകദേശം 12 to 15 മിനിറ്റ് നമുക്കിതിനെ വേവിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഇഡ്ഡലി ഏകദേശം ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഓൾമോസ്റ്റ് 15 മിനിറ്റോളം ഇതെടുത്ത് ഇത് വേവിക്കുവാൻ വേണ്ടി നല്ല ആവി പറക്കുന്ന ഇഡ്ഡലി ഇതാ റെഡി ആയിരിക്കുകയാണ്. ഇത് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഇഡ്ഡലി നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലേ പോലും നമുക്കിത് തിന്നാൻ പറ്റും. പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ടും നല്ലതാണ്. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും. നോർമൽ ഇഡ്ഡലി കഴിച്ച് മടുത്തുവെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.
നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഇഡ്ഡലിയെ നമുക്കിനി ഒന്ന് വേറൊരു രീതിയിലാക്കിയെടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തുകൂടെ നമുക്ക് നോക്കാം. ഈ ഫ്രൈ ചെയ്തതിലേക്കാണ് എനിക്ക് നോർമൽ വേവിച്ചതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫ്രൈ ചെയ്തതിനാണ്. നമുക്കൊരു പാൻ എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനുശേഷം ചൂടായതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി ഇട്ട് തിരിച്ചും മറിച്ചും നമുക്കതിനെ വറുത്തെടുക്കാവുന്നതാണ്. ഇതൊരു മസാല ദോശയുടെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് വരുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നമ്മുടെ വറുത്ത ഇഡ്ഡലി ദാണ്ട് ഏകദേശം റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ നിങ്ങൾ എന്നോട് പറയുക. എന്തെങ്കിലും പുതിയ റെസിപ്പി ചെയ്യണമെങ്കിൽ അതും പറയുക. ദാണ്ട് നമ്മുടെ വറുത്ത ഇഡ്ഡലി കണ്ടോ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. രണ്ട് രീതിയിലും നിങ്ങൾ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്. വീണ്ടും നമുക്കൊരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണും വരേക്കും. ബൈ.